ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ഓം സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്രസ്വാമിനെ നമഃ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഭഗവാന്റെ കഥകൾ കഴിഞ്ഞില്ല. രാമായണം രാമകഥ കഴിഞ്ഞു. ഇനി ഉത്തര രാമായണം രാമകഥയാണ്. രാമകഥ അവസാനിക്കുന്നേയില്ല. നമുക്ക് ആ ശ്രീരാമചന്ദ്രൻ എന്ത് ചെയ്യുകയാണെന്ന് അറിയണ്ടേ? ഭഗവാൻ രാക്ഷസനായ രാവണനെ കൊന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് അയോധ്യയിൽ വന്നു. രാജ്യാഭിഷേകമൊക്കെ രാജാവായിട്ട് അഭിഷേകം കഴിഞ്ഞു. രാജ്യഭാരം ഏറ്റെടുത്തു. അങ്ങനെ ബന്ധുജനങ്ങളോടൊക്കെ കൂടെ സുഖമായിട്ട് അങ്ങനെ താമസിക്കുകയാണെന്ന് നമുക്കറിയാം അല്ലേ? പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ? നമുക്ക് അറിയണം. തീർച്ചയായിട്ടും നമുക്കതും അറിയണം. നമുക്ക് ആ 2 ദിവസത്തെ ഇടവേളയൊക്കെ കഴിഞ്ഞു. ഇന്ന് നമുക്ക് നോക്കാം. 3-ാമത്തെ ദിവസം ഉത്തര രാമായണത്തിൻ്റെ 1-ാം അധ്യായമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഉത്തര രാമായണത്തിലെ 1-ാം അധ്യായത്തിൽ എഴുത്തച്ഛൻ വീണ്ടും തൻ്റെ കിളിയോട് പറയുകയാണ്: ശാരിക പൈതലേ, ചാരുശീലേ, നീ ചൊല്ലടോ രാമായണം എന്ന് പറയുമ്പോൾ, ചൊല്ലുവനെങ്കിൽ കേട്ടുകൊള്ളുവിനെല്ലാവരും, ഇത് കല്യാണപ്രദമായ നല്ല കഥയാണ്. വാത്മീകി മുനിയാൽ പറയപ്പെട്ടത്. ഉത്തമോത്തമം മുക്തിക്ക് കാരണവുമാകുന്നു. ഉത്തമോത്തമം എന്ന് പറഞ്ഞാൽ ഉത്തമങ്ങളിൽ ഉത്തമം, ശ്രേഷ്ഠങ്ങളിൽ ശ്രേഷ്ഠം. അതായത് ശ്രേഷ്ഠമാണ്. അങ്ങനെ ശ്രേഷ്ഠമായ ഒരുപാട് കൃതികളുണ്ടല്ലേ, ശ്രേഷ്ഠമായ ഒരുപാട് കഥകളുമുണ്ട്. അങ്ങനെയുള്ള ശ്രേഷ്ഠങ്ങളിലും ശ്രേഷ്ഠമാണ് ഈ രാമായണം, ഈ രാമകഥ. നമുക്ക് നോക്കാം. ആ 1-ാമത്തെ അധ്യായത്തിൽ അഗസ്ത്യാദികളുടെ വരവ്, അതായത് അഗസ്ത്യൻ ആദിയായ മുനികളുടെ വരവിനെ പറ്റിയാണ് പറയുന്നത്. അങ്ങനെ രാവണൻ മുതലായ രാക്ഷസൻ കൂട്ടങ്ങളെ, അതായത് അധമന്മാരായ ദുഷ്ടന്മാരായ മുനിമാരെയും ആലോകരെയും ദേവന്മാരെയും എല്ലാം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ത്രൈലോക്യങ്ങളിലും. അതുകൊണ്ടാണ് രാക്ഷസനെ വധിക്കണമെന്ന് തന്നെ തീരുമാനിച്ച് ദേവന്മാർ ബ്രഹ്മാവിനോട് പരാതി പറഞ്ഞതും ആ ഭഗവാൻ മഹാവിഷ്ണു ശ്രീരാമനായിട്ട് അവതരിച്ചതും. അങ്ങനെ ആ അവതാരോദ്ദേശം നിറവേറ്റി രാവണനെ കൊന്നു. തിരിച്ച് അയോധ്യയിലെത്തി. ആ രാക്ഷസന്മാരെ വധിക്കാൻ എല്ലാവരും സഹായിച്ചു. എല്ലാവരും എന്ന് പറഞ്ഞാൽ സുഗ്രീവാദി വാനരന്മാർ, ദേവന്മാർ, ഇന്ദ്രൻ മാതലിയെ തേരൊക്കെ കൊടുത്തയച്ചില്ലേ, ദേവന്മാരും സഹായിച്ചു. അവരെല്ലാം പ്രാർത്ഥിച്ചു. പിന്നെ ആ വാനരന്മാരുടെ സഹായത്താൽ നമുക്കറിയാം, മഹാവിഷ്ണുവിൻ്റെ അവതാര സമയത്ത് വാനരന്മാർ ദേവന്മാരാണ്. ദേവന്മാരും ഉപദേവന്മാരുമാണ് വാനരന്മാരായിട്ട് അങ്ങനെ അവിടെ കാട്ടിൽ അവതാരമെടുത്തിരുന്നത്. അതുകൊണ്ട് അവരുടെയും സഹായത്തോടു കൂടി തന്നെയാണ് എല്ലാം നടന്നത്. ഇങ്ങനെ സർവരാലും ബഹുമാനിക്കപ്പെട്ട്, വിശേഷിച്ചും ദേവന്മാരാൽ പോലും പൂജിക്കപ്പെട്ട അയോധ്യയിൽ അങ്ങനെ രാജാവായിട്ട് രാജ്യഭാരം നടത്തി. മൈഥിലി, അതുപോലെ രാജമാതാക്കൾ, സഹോദരന്മാർ, മറ്റു ബന്ധുക്കൾ, സേവകർ, അമാത്യർ, അങ്ങനെ എല്ലാവരോടുമായി സസുഖം വാഴുന്ന സമയം. അതായത് 14 ലോകങ്ങളും പാലിച്ചു വാഴുന്ന സമയം എന്ന് പറയുന്നതാണ് ശരി. പല പല സ്ഥലങ്ങളിൽ താമസിച്ചിരുന്ന മുനിശ്രേഷ്ഠന്മാർ ശ്രീരാമചന്ദ്രസ്വാമിയെ കാണാനായിട്ട് വരികയാണ്. അതായത് കിഴക്ക് ദിക്കിൽ നിന്നും കണ്ണു മഹർഷിയുടെ നേതൃത്വത്തിൽ കുറേ മുനിശ്രേഷ്ഠന്മാർ വന്നു. ദക്ഷിണ ദിക്ക് എന്ന് പറഞ്ഞാൽ തെക്ക് ദിക്കാണ്. പിന്നെ നമ്മൾ വലതുവശത്തിനും ദക്ഷിണം എന്ന് പറയും, ഇടതുവശത്തിന് വാമം എന്ന് പറയും കേട്ടോ. വാമഭാഗം എന്ന് പറയില്ലേ, ഭാര്യയ്ക്ക് ഇടതുവശത്താണ് സ്ഥാനം നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് വാമഭാഗം എന്ന് പറയുന്നത്. ഇവിടെ ദക്ഷിണ ദിക്കിൽ നിന്നും കണ്വൻ മുതലായ മഹർഷിയുടെ നേതൃത്വത്തിൽ കുറേ താപശ്രേഷ്ഠന്മാർ. ഇനി ദക്ഷിണ ദിക്കിൽ നിന്നും കൗശികൻ, അഗസ്ത്യൻ മുതലായ ശ്രേഷ്ഠന്മാർ. അതുപോലെ തന്നെ ധൗമ്യൻ എന്ന് പറയുന്ന മഹർഷി അവിടെ പശ്ചിമ ദിക്കിൽ നിന്നും വരുന്നു. വിശ്വാമിത്ര മഹർഷി, ജമദഗ്നി മഹർഷി, ഗൗതമ മഹർഷി, അത്രി മഹർഷി, കശ്യപ മഹർഷി, ഭരദ്വാജ മഹർഷി നമ്മൾ ഈ അടുത്ത കാലത്തും കണ്ടായിരുന്നല്ലേ. ശ്രീരാമൻ ഇങ്ങനെ ലങ്കയിൽ നിന്നും മടങ്ങി വരുന്ന വഴി ഭരദ്വാജാശ്രമത്തിൽ വന്നപ്പം വിമാനം തന്നെ താഴെ ഇറങ്ങി അവിടെ അന്ന് താമസിച്ചിട്ടാണ് ഭരതൻ്റെ അടുത്തേക്ക് ഹനുമാൻ സ്വാമി പോകുന്നതൊക്കെ. അതൊക്കെ ഓർക്കുന്നുണ്ടാവുമല്ലോ എല്ലാവരും. അപ്പോൾ ഭരദ്വാജൻ മഹർഷി, വസിഷ്ഠ മഹർഷി, ഇങ്ങനെ മുതലായവർ ഉത്തര ദിക്കിൽ നിന്നാണ് വരുന്നത്. ഇവർ പല പല ദിക്കുകളിൽ നിന്ന് വന്നെങ്കിലും അയോധ്യയിലെത്തിയപ്പോൾ എല്ലാവരും ഒരുമിച്ച് തന്നെയായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ആ ഗോപുരവാതിക്കൽ വന്നിട്ട് ദ്വാരപാലകരോട് പറയുകയാണ്, ഇങ്ങനെ ഞങ്ങൾ വന്നിട്ടുണ്ടെന്ന് ശ്രീരാമസ്വാമിയെ ചെന്ന് അറിയിക്കണം എന്ന് പറഞ്ഞു. ദ്വാരപാലകന്മാർ വേഗം ചെന്ന് ശ്രീരാമസ്വാമിയെ വിവരം അറിയിച്ചതും അദ്ദേഹം
പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് മുനിശ്രേഷ്ഠന്മാരെ വന്ന് വന്ദിച്ചു വണങ്ങി കൂട്ടിക്കൊണ്ടുപോയി ആ രാജസഭയിൽ ആർഘ്യപാദ്യാദികളൊക്കെ പൂജിച്ച് വളരെ സർവ്വ ആദരങ്ങളോടെയും അവിടെ ഇരുത്തിയിട്ടാണ് വിശേഷമൊക്കെ ചോദിക്കുകയാണ്. നമ്മൾ ചോദിക്കുന്നില്ലേ എപ്പോഴും വന്നു എന്താണ് വിശേഷം, സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുന്ന പോലെ നിങ്ങൾക്കെല്ലാം സൗഖ്യമല്ലേ എന്ന് മുനിശ്രേഷ്ഠന്മാരോട് ചോദിച്ചു. ഉത്തരമായിട്ട് അവരും പറഞ്ഞു, അധർമ്മികളായ രാക്ഷസന്മാരെ വധിച്ച് 3 ലോകങ്ങളെയും രക്ഷിച്ച അങ്ങ് സീതാദേവിയോടുകൂടെ ഇവിടെ ഇങ്ങനെ വാഴുന്നത് കാണുന്നതിൽ പരം എന്ത് സൗഖ്യമാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതായത് ഞങ്ങൾക്ക് പരമസൗഖ്യമാണ്, ഈ കാഴ്ച കാണുന്നത് തന്നെ ഞങ്ങൾക്ക് അത്യന്തം സുഖപ്രദമാണ് എന്ന് പറയുകയാണ്. പിന്നെ മാനവവീര ഒന്നുണ്ട്, അങ്ങ് രാവണനെ കൊന്നത് നന്നായി എന്ന് പറയുന്നതും പുകഴ്ത്തുന്നതും അജ്ഞാനം കൊണ്ടത്രയും. കാരണം നിന്തിരുവടിയായ അങ്ങ് വിചാരിച്ചാൽ ഈ 14 ലോകവും ജയിക്കാമെന്നിരിക്കെ കേവലം ഒരു രാക്ഷസനെ വധിച്ചതിൽ എന്താണ് ഇത്ര ആശ്ചര്യം? ആ രാവണന്റെ മകനായ ഇന്ദ്രജിത്തിനെ ലക്ഷ്മണൻ വധിച്ചതിൽ ആശ്ചര്യം വേണമെങ്കിൽ പറയാം അല്ലേ. ആ ലക്ഷ്മണൻ പക്ഷേ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ശ്രീരാമൻ, അതുകൊണ്ടായിരിക്കും 14 ലോകവും ജയിക്കാമെന്നിരിക്കെ കേവലം ഒരു രാക്ഷസനെ വധിച്ചതിന് ഇത്ര അത് നിസ്സാരമായിട്ട് കണ്ടാൽ മതി എന്ന് പറയുന്നത്. ഇങ്ങനെ ശ്രീരാമചന്ദ്രൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്ര സ്വാമിക്ക് പതുക്കെ ചിരി വന്നു. അദ്ദേഹം മന്ദഹസിച്ചുകൊണ്ട് ഭഗവാൻ ചോദിക്കുകയാണ്, ത്രൈലോക്യകണ്ഠകനായ രാവണനേക്കാളും എന്ത് മേന്മയാണ് മകനായ ഇന്ദ്രജിത്തിനുള്ളത്? ഉടനെ മുനിമാർ പറഞ്ഞു, ആ ഇന്ദ്രജിത്തിൻ്റെ പരാക്രമങ്ങളെക്കുറിച്ച് അറിയണമെങ്കിലേ ഞങ്ങൾ പറയാം, അവിടുന്ന് കേട്ടാലും എന്ന് പറഞ്ഞു. ഇനി അടുത്തത് രാക്ഷസകുലോൽപത്തിയാണ്. രാക്ഷസകുലത്തിൻ്റെ ഉത്പത്തി എങ്ങനെയാണ് രാക്ഷസന്മാരുണ്ടായതെന്നാണ്. ഉത്പത്തി എന്ന് പറഞ്ഞാൽ ഉത്ഭവം, അതിൻ്റെ സോഴ്സാണ്. അപ്പോൾ അഗസ്ത്യ മഹർഷിയാണ് പറയുന്നത്. ആ മേഘനാഥൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമായിട്ട് രാവണൻ്റെ തപോബലത്തെക്കുറിച്ചും പരാക്രമങ്ങളെക്കുറിച്ചും ആ രാക്ഷസകുലത്തിൻ്റെ തന്നെ ഉത്പത്തിയെക്കുറിച്ചും അങ്ങയെ അറിയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കഥ പറയാൻ തുടങ്ങുകയാണ് അഗസ്ത്യ മഹർഷി. ബ്രഹ്മനന്ദനായ പുലസ്ത്യൻ, ബ്രഹ്മനന്ദനൻ എന്ന് പറഞ്ഞിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ മാനസപുത്രനാണ് പുലസ്ത്യൻ. ഹിമാലയ പർവ്വത പ്രാന്തത്തിൽ തൃണബന്ധു എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ ആശ്രമത്തിൽ തപോനിഷ്ഠയോടെ വാഴുന്ന കാലം. അവിടെ ഇങ്ങനെ ആശ്രമം എന്ന് പറഞ്ഞാൽ അറിയാലോ, വളരെ ശാന്തസുന്ദരമായ അന്തരീക്ഷമായിരിക്കും, നദിയുടെ കരയിലാണ്. അങ്ങനെയുള്ള ഒരു പ്രശാന്ത സുന്ദരമായ സ്ഥലത്ത് ആ രാജപുത്രിയും അവരുടെ തോഴിമാരും അതുപോലെ ഗന്ധർവ കന്യകമാരെ വന്ന് ഇങ്ങനെ അവിടെ വന്ന് കളിയും ചിരിയൊക്കെ ആയിട്ട് മടങ്ങി പോകാറുണ്ടായിരുന്നു. അപ്പം ഇവരുടെ ഈ കളിയും ചിരിയൊന്നും ഈ പുലസ്ത്യ മഹർഷിക്ക് അത്ര പിടിച്ചില്ല. അദ്ദേഹത്തിന് ഇതൊരു അസൗകര്യം, അതുപോലെ തന്നെ ഒരു ശല്യമായിട്ടാണ് തോന്നിയത്. അദ്ദേഹം ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്ന വേദമന്ത്രങ്ങളൊക്കെ ജപിക്കുമ്പോൾ അതിനൊരു തടസ്സമായിട്ട് തോന്നിയത് കൊണ്ട് ഇങ്ങനെ ഒരു ശാപം കൊടുക്കുകയാണ്, ഇവിടെ ഇനി ഇങ്ങനെ ഇവർ വന്നാൽ അവർ ഗർഭവതികളായി പോകട്ടെ എന്ന് ശപിക്കുകയാണ്. അപ്പോൾ ഇതറിഞ്ഞ കന്യകമാർ പിന്നെ അങ്ങോട്ട് വന്നതേ ഇല്ല. പക്ഷേ അവർക്ക് പേടിയുണ്ട് അല്ലേ, ആർക്കാണെങ്കിലും പേടി കാണും ഇങ്ങനെയൊക്കെ ശാപം കൊടുത്താൽ. അതുകൊണ്ട് അവർ പിന്നെ ആ പ്രദേശത്തേക്കേ വന്നില്ല. പക്ഷേ ഈ തൃണബിന്ദു മഹാരാജാവിൻ്റെ മകള് ഈ കഥയൊന്നും അറിയാതെ ഒരു ദിവസം ഇങ്ങനെ തോഴിമാരെ ഒന്നും കാണുന്നില്ല, പതിവ് പോലെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാം വിജനമാണ്, ആരെയും കാണാനില്ല. നടന്ന് ഈ ആശ്രമത്തിൻ്റെ അടുത്തെത്തി. ഈ ശാപത്തിൻ്റെ കഥ അറിയാത്തത് കൊണ്ട് തന്നെ ഈ പെൺകുട്ടി, ഈ രാജകന്യക വന്നു കഴിഞ്ഞപ്പോൾ അവൾ ഗർഭം ധരിക്കുകയാണ്. പെട്ടെന്ന് അവൾക്ക് എന്തോ ഒരു ശാരീരിക അസ്വസ്ഥതയും ഒരു മാറ്റമൊക്കെ ഫീൽ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ തോഴിമാർ പറയുന്നു, ഇതുപോലെയാണ് മഹർഷി ശാപം തന്നിരിക്കുകയാണ്, നമ്മളിങ്ങനെ അങ്ങോട്ട് ചെന്നാൽ ഗർഭവതികളാകുമെന്നാണ്, അതുകൊണ്ട് നിനക്ക് ഇതാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞു. കുമാരിക്ക് വളരെ സങ്കടവും ജാള്യവും അതുപോലെ തന്നെ അപമാന ഭയവും ഒക്കെ തോന്നി. പരിഭ്രമിച്ച് പേടിയോടുകൂടി രാജകൊട്ടാരത്തിലെത്തുന്നു. ഇത് കാര്യമറിഞ്ഞ രാജാവ് എന്തു ചെയ്യും? അപമാനഭയം ഒരു വശത്ത്, ആത്മാഭിമാനം അത് വേറൊരു വശത്ത്, അതുപോലെ തന്നെ അന്തസ്സെല്ലാം നോക്കണ്ടേ, രാജകന്യകയല്ലേ, രാജകുമാരിയുടെ ഭാവി എന്താകും എല്ലാം ആലോചിച്ചിട്ട് രാജാവിനും ഒരു എത്തിപ്പിടിയില്ല. അദ്ദേഹവും വളരെ വിവശനായി. അവസാനം രാജാവും രാജ്ഞിയും കൂടെ ആലോചിച്ച് ഇങ്ങനെ തീരുമാനിച്ചു, ആ ബ്രഹ്മാവിൻ്റെ പുത്രനാണല്ലോ പുലസ്ത്യ മഹർഷിയെ തന്നെ നമുക്ക് ശരണം പ്രാപിക്കാം, അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ പോയി ദയയ്ക്ക് വേണ്ടി യാചിക്കാമെന്ന് വിചാരിച്ച് ഈ കുട്ടിയെയും കൂട്ടി, അതായത് ഈ രാജകന്യകയെയും കൂട്ടി ആ മഹർഷിയുടെ അടുത്ത് തന്നെ ചെല്ലുകയാണ്. അങ്ങയുടെ ശാപം നിമിത്തമുണ്ടായ ഈ അപമാനം അങ്ങ് തന്നെ തീർത്തു തരണം എന്ന് ഇങ്ങനെ അപേക്ഷിച്ചു.
തൻ്റെ പുത്രിയെ അങ്ങ് തന്നെ യഥാവിധി പാണിഗ്രഹണം ചെയ്യണമെന്നിങ്ങനെ കേണപേക്ഷിക്കുകയാണ്. പുലസ്ത്യ മഹർഷി ഏതായാലും അങ്ങനെ തന്നെ ആകട്ടെ എന്ന് സമ്മതിച്ച് ഈ രാജപുത്രിയെ സ്വീകരിച്ച് ഭാര്യയാക്കുന്നു. ഈ വേദം ശ്രവിച്ചത് മൂലം, വേദശ്രവണം കൊണ്ട് ഗർഭവതിയായതുകൊണ്ട് ആ കുട്ടിക്ക് വളരെയധികം നന്മകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വേദശ്രവണത്തിൽ നിന്ന് ഉണ്ടായതുകൊണ്ട് വിശ്രവസ് എന്ന പേരും ലഭിച്ചു. അങ്ങനെ ഇനി അടുത്തത് ഈ വിശ്രവസിൻ്റെ അതുപോലെ വൈശ്രവണൻ്റെ കഥയാണ് ഇനി പറയുന്നത്. വിശ്രവസിൻ്റെ മകനാണ് വൈശ്രവണൻ. അപ്പോൾ വിശ്രവസ് തൃണബിന്ദു രാജപുത്രിയെ എങ്ങനെ തൃണബിന്ദു രാജാവിൻ്റെ പുത്രിയെ സ്വീകരിക്കുകയും ആ യഥാകാലം ഈ ഗർഭവതിയായ ആ പെൺകുട്ടി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. അങ്ങനെ രാജകന്യകയിലുണ്ടായ ആ കുട്ടിയാണ് വിശ്രുത കീർത്തിയോടെ ഉണ്ടായ വൈശ്രവണൻ. വൈശ്രവണൻ ഞാനിത് രാമായണത്തിൽ പറഞ്ഞിരുന്നു. വൈശ്രവണൻ 49,000 ദിവ്യ സംവത്സരം അങ്ങനെ നിരാഹാരനായി ഒരു ആഹാരവും കഴിക്കാതെ തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി. വരം കൊടുത്തപ്പോൾ എന്തൊക്കെയാണ് കൊടുത്തത്? ദിക്പാലത്വം, അതായത് 10 ദിക്കുകളുടെ അധീശത്വം കൊടുത്തു. ആ നേതാവിൻ്റെ സ്ഥാനം, ലീഡറുടെ സ്ഥാനം കൊടുത്തു. അതുപോലെ തന്നെ നിധീശത്വം, ധനപതി കുബേരനാണ് അല്ലേ, ആ എല്ലാ ധനത്തിൻ്റെ അധിപതിയാണെന്നുള്ള സ്ഥാനവും കൊടുത്തു. അതുകൂടാതെ പുഷ്പക വിമാനം കൊടുത്തു, അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാനായിട്ട്. നമ്മുടെ ഇപ്പോഴത്തെ എല്ലാവരും വാങ്ങിക്കുന്ന ലംബോർഗിനിയൊക്കെ ഇല്ലേ, അതുപോലെ വലിയ വലിയ കാറുകൾ പോലെയാണ് അന്നത്തെ കാലത്ത് ഈ പുഷ്പക വിമാനം. വേറെ ആർക്കും ഇല്ല അല്ലേ. അപ്പോൾ ഈ പുഷ്പക വിമാനവും കൊടുത്തു. ബ്രഹ്മാവിനോട് ഇതെല്ലാം വരമായി ലഭിച്ച സന്തോഷത്തിൽ പെട്ടെന്ന് വിശ്രവസിനെ ചെന്ന് കാണുകയാണ്, തൻ്റെ അച്ഛനെ. നമ്മുടെ മക്കളും അങ്ങനെയൊക്കെ തന്നെയല്ലേ, എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കിട്ടിയ ഓടി ഒന്നും നമ്മളല്ലേ കാണിക്കുക, അച്ഛനെ അമ്മയെ കാണിക്കുന്നു. അതിപ്പരം ഒരു സന്തോഷം എന്തുണ്ട്. പിന്നെ അച്ഛനും അമ്മയും അത് കാണുമ്പോൾ ഉള്ള അവർ കൊണ്ടുവരുമ്പോൾ അവർക്കുള്ള അഭിമാനം സന്തോഷം എത്ര മാത്രമായിരിക്കും. സ്വന്തം മക്കളിങ്ങനെ നേട്ടങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ വിശ്രവസിനെ വന്ന് കണ്ട് ഇതൊക്കെ കാണിച്ച് ഇങ്ങനെ വരങ്ങളൊക്കെ ലഭിച്ച കാര്യം പറയുമ്പോൾ അദ്ദേഹം ഈ വൈശ്രവണനെ കെട്ടിപ്പിടിച്ച് മൃഗയിൽ ചുംബിക്കുകയാണ്. അങ്ങനെ വളരെ സന്തോഷിച്ചിരുന്ന ആ വിശ്രവസിനോട് വൈശ്രവണൻ ചോദിച്ചു, ഇന്നെനിക്ക് ഇരിപ്പതിന് എവിടെ സുഖമുള്ളൂ, നിന്തിരുവടിയരുൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഇത്രയും നേട്ടങ്ങളൊക്കെ ഉണ്ട്, ഞാനിപ്പോൾ വലിയ ആളായില്ലേ, എനിക്ക് സുഖമായിട്ട് താമസിക്കാൻ ഒരിടം വേണമെന്ന് പറഞ്ഞു. വിശ്രവസ് അല്പനേരം ചിന്തിച്ചിട്ട് പറയുന്നു, പണ്ട് വിശ്വകർമാവ് ദേവന്മാർക്ക് താമസിക്കാൻ വേണ്ടി ആ ദക്ഷിണാബ്ധിയിൽ, ഇവിടെ ദക്ഷിണം തെക്ക്, ആ തെക്ക് സമുദ്രത്തിൽ ത്രികൂടാചലത്തിൻ്റെ മുകളിലായി ഇങ്ങനെ ഒരു മനോഹരമായ മന്ദിരം പണി കഴിപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരു നഗരം പണി കഴിപ്പിച്ചിട്ടുണ്ട്. സ്വർണ്ണ നിർമ്മിതമാണ് ലങ്കാനഗരം അല്ലേ. ആ രാക്ഷസ വീരന്മാരെല്ലാം അവിടെയാണ് പണ്ടുകാലം മുതലേ സസുഖം താമസിച്ചു വന്നിരുന്നത്. എന്നാൽ ദേവന്മാരെ ഉപദ്രവിച്ചതുകൊണ്ട് ഭഗവാൻ മഹാവിഷ്ണു അവരെ ആക്രമിക്കുകയും രാക്ഷസന്മാരെ വധിക്കുകയും ചെയ്തു. ശേഷിച്ചവർ ഓടി പാതാള ലോകത്തിൽ ഒളിക്കുകയും ചെയ്തു. അവിടെ ചെന്ന് അവിടുത്തെ ദോഷങ്ങളൊക്കെ നീക്കിയിട്ട് താമസയോഗ്യമാക്കി താമസം തുടങ്ങിയാലും എന്ന് മകനായ വൈശ്രവണനോട് പറയുകയാണ്. നമ്മളും അങ്ങനെയാണല്ലേ, ഈ പഴയ വീടൊക്കെ ആണെങ്കിൽ നമ്മളത് അടിച്ച് തുടച്ച് പൂജകളൊക്കെ ചെയ്തിട്ടല്ലേ താമസിക്കുകയുള്ളൂ. അതുപോലെ ഇവിടെ വിശ്രവസ് മകനോട് പറഞ്ഞു, ദോഷങ്ങളൊക്കെ നീക്കി താമസയോഗ്യമാക്കി താമസം തുടങ്ങിയാലെന്ന്. അച്ഛൻ്റെ വാക്ക് കേട്ട് അച്ഛനെ വണങ്ങിയിട്ട് വൈശ്രവണൻ പുഷ്പക വിമാനത്തിൽ കയറി ലങ്കയിലെത്തുകയാണ്. അവിടെ സേതുബന്ധനത്തിൻ്റെ സമയത്ത് രാമായണത്തിൽ നമ്മൾ കണ്ടായിരുന്നു. അവിടെ അങ്ങനെ മഹേന്ദ്രാചലത്തിൻ്റെ മുകളിൽ കയറി നോക്കിയപ്പോൾ രാവണൻ ഇങ്ങനെ ആ സ്വർണ്ണ ഗോപുരത്തിൻ്റെ മുകളിൽ അങ്ങനെ ഇരിക്കുന്നതും അതിമനോഹരമായ ലങ്കാനഗരത്തിൻ്റെ കാഴ്ചയൊക്കെ അന്ന് നമ്മൾ കണ്ടായിരുന്നില്ലേ. അങ്ങനെ ഇവിടെ ആ സർവ്വതും സ്വർണ്ണമയമാണ്. ഗോപുരങ്ങൾ, താഴികക്കുടങ്ങൾ, മതിലുകളെല്ലാം ഇങ്ങനെ സൂര്യശോഭയിൽ വെട്ടിത്തിളങ്ങുന്ന ആ ലങ്കാനഗരത്തിലേക്ക് ഇപ്പോൾ പൗലസ്ത്യകുലത്തിൽ ജനിച്ച ആ വൈശ്രവണൻ അവിടെ പോയി താമസിക്കുകയാണ്. അതായത് ബ്രഹ്മാവിൻ്റെ മകനായ പുലസ്ത്യൻ്റെ മകനായ വിശ്രവസിൻ്റെ മകനായ വൈശ്രവണൻ. അങ്ങനെ ആ തൃണബിന്ദു മഹാരാജാവിൻ്റെ മകളാണ് അമ്മ. ഇത്രയും കാര്യം ഓർത്ത് വെക്കുക. ഇത് നമ്മൾ രാക്ഷസ കുലോൽപത്തിയാണ് പറയുന്നത്. ഇനി നമ്മൾ രാവണനിലേക്ക് എത്തും, മേഘനാഥനിലേക്ക് എത്തും. മേഘനാഥൻ്റെ വിശേഷം പറഞ്ഞപ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ അഗസ്ത്യമുനി പറഞ്ഞത്. ഇനി അടുത്തത് പറയാൻ പോകുന്നത്, എല്ലാവരും അങ്ങനെ തന്നെ ഇവിടെ ചോദിച്ചല്ലോ, പൗലസ്ത്യകുലത്തിൽ ജനിച്ചവരാണ് രാക്ഷസന്മാരെന്ന് ഞാൻ ഇവിടെ ശ്രീരാമൻ വീണ്ടും ചോദിക്കുകയാണ്. പൗലസ്ത്യകുലത്തിൽ ജനിച്ചവരാണ് രാക്ഷസന്മാരെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. എല്ലാവരും അങ്ങനെ
പറയുകയും ചെയ്യുന്നു, കരുതുകയും ചെയ്യുന്നു. എന്നാൽ ഈ രാക്ഷസന്മാരുടെ ഉദ്ഭവം എങ്ങനെയാണെന്നും അവർ ലങ്കയിൽ താമസിച്ചിരുന്നതും സാക്ഷാൽ ശ്രീനാരായണൻ അവരെ വധിച്ചു, ആക്രമിച്ചു എന്നും പറഞ്ഞല്ലോ, അതൊക്കെ ഒന്ന് വിസ്തരിച്ച് പറയാമോ എന്ന് ഈ അഗസ്ത്യ മഹർഷിയോട് ശ്രീരാമൻ ചോദിക്കുകയാണ്. അങ്ങനെ ആവശ്യപ്പെട്ടതിന് പ്രകാരം അഗസ്ത്യ മഹർഷി ആ കഥകൾ വീണ്ടും പറയാൻ തുടങ്ങുകയാണ്. ആ കഥ ഞാൻ നിങ്ങളോട് നാളെ പറയാം. നാളെ മീൻസ് അടുത്ത വീഡിയോയിൽ. നിങ്ങൾ കാത്തിരിക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കൊരു സന്തോഷമല്ലേ കമൻറ്റ് കാണുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇഷ്ടപ്പെട്ടു എന്ന് കേൾക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. ശരി, നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും സംവദിക്കാം. നന്ദി, നമസ്കാരം.